നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാറ്റ് വരുമാനത്തിൽ വൻ വർധന, 3 വർഷത്തിനിടെ ഖജനാവിൽ 1.7 ബില്യൺ ദിനാർ. ബഹ്റൈനിൽ വാല്യൂ ആഡഡ് ടാക്സ് വഴി കഴിഞ്ഞ 3 വർഷത്തിനിടെ 1.7 ബില്യൺ ദിനാറിലധികം വരുമാനം ലഭിച്ചതായി ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രാലയം വെളിപ്പെടുത്തി. രാജ്യത്തിന്റെ പൊതു ഖജനാവിനെ ശക്തിപ്പെടുത്തുന്നതിൽ പരോക്ഷ നികുതികൾ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. പാർലമെന്റ് സർവീസ് കമ്മിറ്റി വൈസ് ചെയർമാൻ അബ്ദുൽ വാഹിദ് കരാത്തയുടെ ചോദ്യത്തിന് മറുപടിയായി ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയാണ് ഈ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചത്. ബഹ്റൈനികളുടെ ഭവന വരുമാന പരിധി വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം. ഭവന സേവനങ്ങൾക്ക് അർഹതയുള്ള പൗരന്മാരുടെ പരമാവധി വരുമാന പരിധി 2500 ബഹ്റൈൻ ദിനാറായി ഉയർത്താൻ ഒരു കൂട്ടം MP-മാർ ശ്രമിക്കുന്നു. ബഹ്റൈൻ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കേണ്ടതിന്റെയും അനുയോജ്യമായ ഭവനങ്ങൾ അവരുടെ ലഭ്യത മെച്ചപ്പെടുത്തേണ്ടതിന്റെയും പ്രാധാന്യം ഊന്നി പറഞ്ഞ സേവന കമ്മിറ്റി വൈസ് ചെയർമാൻ അബ്ദുൽ വാഹിദ് ഖരാത്തയുടെ നേതൃത്വത്തിലുള്ള 5 നിയമസഭാംഗങ്ങളാണ് ഈ നിർദ്ദേശം സമർപ്പിച്ചത്. സൗദി അറേബ്യ, ഒമാൻ, 6 ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ ഉടൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഔപചാരികമായി ആരംഭിക്കുന്നതിനുള്ള ടേംസ് ഓഫ് റഫറൻസ് ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ 6 രാഷ്ട്ര കൂട്ടായ്മയായ ഗൾഫ് സഹകരണ കൗൺസിലും വ്യാഴാഴ്ച ഒപ്പുവെച്ചു. നിർദ്ദിഷ്ട വ്യാപാര കരാറിന്റെ വ്യാപ്തിയും രീതികളും പരാമർശ നിബന്ധനകൾ ടേംസ് ഓഫ് റഫറൻസ് വ്യക്തമാക്കുന്നു. GCCയുമായുള്ള ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അധ്യക്ഷത വഹിച്ചു. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ 6 ഗൾഫ് രാജ്യങ്ങളുടെ യൂണിയനാണ് GCC. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ കരാർ സഹായിക്കുമെന്ന് ഗോയൽ പറഞ്ഞു. കൂടാതെ വളർന്നുകൊണ്ടിരിക്കുന്ന GCC വിപണിയിൽ ഇന്ത്യയിലെ വിവര ആശയവിനിമയ സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BMC ന്യൂസ് ലൈവിൽ ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഇൻ ബഹ്റൈൻ ഫെസ്റ്റിവലിന് ഉജ്ജ്വല തുടക്കം. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധത്തിന്റെ 55ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 3ാമത് ഇന്ത്യൻ ഇൻ ബഹ്റൈൻ ഫെസ്റ്റിവൽ ധാന മോളിൽ അരങ്ങേറി. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ്, ബഹ്റൈൻ മുൻ തൊഴിൽ മന്ത്രി അബ്ദുൽ നബി അൽ ഷാല, ബഹ്റൈൻ ഇന്ത്യൻ സൊസൈറ്റി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ ജുമ, പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്നിവർ ചേർന്ന് മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ എംബസിയും ധാനമോളും സംയുക്തമായി സംഘടിപ്പിച്ച മേളയിൽ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആനന്ദ് ലോബോയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖ്യനിരയിൽ പ്രവർത്തന രംഗത്ത് കർമ്മനിരതനായിരുന്ന ബഹുമുഖ പ്രതിഭ ആനന്ദ് ലോബോ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ബഹ്റൈൻ കേരളീയ സോഷ്യൽ ഫോറം.
ഫോറം ഭാരവാഹികളായ സുബൈർ കണ്ണൂർ, ബഷീർ അംപലായ്, നജീബ് കഡ്ലായി തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യമായിരുന്ന ഇന്ത്യൻ ക്ലബ്ബ് സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ ക്ലബ്ബ് ഭരണസമിതി അനുശോചന യോഗം നടത്തി. അദ്ദേഹത്തിന്റെ ഭൗതിക ശേഷ കർമ്മങ്ങളും അടക്കവും സ്വദേശത്ത് നടന്നു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം, ഗൾഫ് മലയാളി ഫെഡറേഷൻ, മറ്റ് ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ സംഘടനകൾ അനുശോചനം അർപ്പിച്ചു. ഫെഡറേഷൻ കപ്പ് നാടൻ പന്തുകളി ടൂർണമെന്റ് മണർക്കാട് ജേതാക്കൾ. ബഹ്റൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ സിഞ്ച് മൈതാനിയിൽ നടന്ന 5ാമത് ഫെഡറേഷൻ കപ്പ് നാടൻ പന്തുകളി മത്സരത്തിന്റെ ഫൈനലിൽ പുതുപ്പള്ളി ടീമിനെ പരാജയപ്പെടുത്തി മണർക്കാട് ടീം ജേതാക്കളായി. ടൂർണമെന്റിന്റെ മികച്ച കളിക്കാരനായി പുതുപ്പള്ളി ടീമിന്റെ മണിക്കുട്ടനെയും, മികച്ച പിടുത്തക്കാരനായി മണർക്കാട് ടീമിന്റെ ലിബുവിനെയും, മികച്ച കൈവിട്ടുകാരനായി മണർക്കാട് ടീമിന്റെ റിൻഡോയെയും, നവാഗത പ്രതിഭയായ പുതുപ്പള്ളി ടീമിന്റെ മണിക്കുട്ടനെയും, മികച്ച കാലടിക്കാരനും ഫൈനലിലെ മികച്ച കളിക്കാരനുമായി മണർക്കാട് ടീമിന്റെ ബിനുവിനെയും തിരഞ്ഞെടുത്തു. ടൂർണമെന്റിന്റെ സമാപന സമ്മേളനത്തിൽ BKNBF രക്ഷാധികാരി റെജി കുരുവിള അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി വന്ധ്യസ്ലീബ പോൾ വട്ടവേരിൽ കെറോപ്പിസ്കോപ്പ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ സെക്രട്ടറി ബെന്നി പി മാത്യു, ബഹ്റൈൻ പ്രതിഭയുടെ പ്രതിനിധികളായ സനൽ കുമാർ, ദിനേശ്, BKNBF പ്രസിഡന്റ് സാജൻ തോമസ് എന്നിവർ ടൂർണമെന്റിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. റോബിൻ എബ്രഹാം സ്വാഗതം ആശംസിച്ച സമാപന സമ്മേളനത്തിന് BKNBF സെക്രട്ടറി ശ്രീരാജ് CP കൃതജ്ഞതയും അർപ്പിച്ചു. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. AKCC മിഡിൽ ഈസ്റ്റ് ലീഡേഴ്സ് കോൺഫറൻസ് ഫെബ്രുവരി 26-നും 27-നും ബഹ്റൈനിൽ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സജീവ സാന്നിധ്യമായ AKCCയുടെ മിഡിൽ ഈസ്റ്റ് ലീഡേഴ്സ് കോൺഫറൻസ് ഫെബ്രുവരി 26-27 തീയതികളിൽ ബഹ്റൈനിൽ സംഘടിപ്പിക്കും. AKCC മിഡിൽ ഈസ്റ്റ് ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ഡേവിസ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. AKCC മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ഫാദർ ജിയോ കടവി ഉദ്ഘാടനം ചെയ്തു. ടെന്നി മോൻ, ബോബൻ, ജീവൻ ചാക്കോ, ബിജു എന്നിവർ സംസാരിച്ചു. AKCC മിഡിൽ ഈസ്റ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബെന്നി പുളിക്കക്കര സ്വാഗതവും മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ചാൾസ് ആലുക നന്ദിയും പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് കൺവീനർ പോളി വിധേയത്തിലെ 38403704, 38980006 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ജോലി നഷ്ടപ്പെട്ട് ദുരിതത്തിലായ എറണാകുളം സ്വദേശിനി നാടണഞ്ഞു. ബഹ്റൈനിൽ വീട്ടുജോലി ചെയ്തിരുന്ന എറണാകുളം സ്വദേശി ജെസ്സി എന്ന സഹോദരി കുറച്ചുകാലമായി ജോലിയില്ലാതെ മരുന്നിനും ഭക്ഷണത്തിനും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. തുടർന്ന് ഹോപ്പുമായി ബന്ധപ്പെടുകയും ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്തത് പ്രകാരം അവരെ പോയി കാണുകയും ബുദ്ധിമുട്ട് നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഹോപ്പിന്റെ പ്രവർത്തകരുടെ സഹായത്താൽ അവർക്ക് ഫുഡ് കിറ്റും ആവശ്യമായ മെഡിസിനും എത്തിച്ചു നൽകി. കൂടാതെ 2 മാസത്തെ ജോലി കൂടി ശരിയാക്കി നൽകി. അടുത്തിടെ ബസ് യാത്രയിൽ ഇറങ്ങുന്നതിനിടയിൽ വീണു കൈക്ക് പരിക്ക് പറ്റിയ ഈ സഹോദരിക്ക് തുടർന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്നതിനാൽ വീണ്ടും ഹോപ്പിനെ ബന്ധപ്പെടുകയും ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്ന് ഹോപ്പിലെ ഒരു അംഗം സൗഹൃദ കൂട്ടായ്മയിലൂടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നൽകുകയും തുടർന്ന് നാട്ടിലേക്കും മടങ്ങി. IYCC ബഹ്റൈൻ റിഫ ഏരിയ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IYCC ബഹ്റൈൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി നടന്നുവരുന്ന 51ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് റിഫ അൽ ഹിലാൽ ആശുപത്രിയിൽ വെച്ച് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള ബ്ലഡ് പരിശോധനകളും ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ സേവനങ്ങളും പൂർണ്ണമായി സൗജന്യമായി ഒരുക്കി. മികച്ച ജനപങ്കാളിത്തം ക്യാമ്പിനെ ഏറെ ശ്രദ്ധേയമാക്കി. IYCC ദേശീയ പ്രസിഡന്റ് റിച്ചി കളത്തൂരത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബേസിൽ നെല്ലി
വെള്ളിമറ്റം സെക്രട്ടറി റോണി റോയ്, ദേശീയ കമ്മിറ്റി അംഗം നിതിൻ ചന്ദ്രൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ദേശീയ ജനറൽ സെക്രട്ടറി സലീം അബുത്വാലിബ്, ട്രഷറർ ഷഫീഖ് സൈഫുദ്ദീൻ, ദേശീയ വൈസ് പ്രസിഡന്റ് ഷഫി വയനാട്, ആർട്സ് വിംഗ് കൺവീനർ അനൂപ് തങ്കച്ചൻ, IT ആൻഡ് മീഡിയ സെൽ കൺവീനർ അലൻ ഐസക്, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ജേതാക്കളും പ്രവർത്തകരും ക്യാമ്പ് സന്ദർശിച്ചു. അധ്യാപകർക്ക് KTET നിർബന്ധം, തസ്തിക മാറ്റം തേടുന്നവർക്കും തിരിച്ചടി. സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് KTET നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി തസ്തിക നിർണയത്തിലൂടെ പുറത്തായവർക്കും താഴ്ന്ന തസ്തികകളിലേക്ക് മാറ്റപ്പെട്ടവർക്കും തിരിച്ചടിയാകും. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും KTETന്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരെയാണ് ജോലി നഷ്ടമായേക്കുമെന്ന സ്ഥിതി കാത്തിരിക്കുന്നത്. സ്കൂളുകളിൽ അധ്യയന വർഷത്തിലെ തസ്തിക നിർണയം പൂർത്തിയായ ശേഷം വിദ്യാർത്ഥികളുടെ എണ്ണക്കുറവ് മൂലം തസ്തിക നഷ്ടമായ അധ്യാപകർ പുനർനിർമ്മാണം തേടുമ്പോൾ നിശ്ചിത KTET യോഗ്യത നേടേണ്ടി വരും. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.